ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം. സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥനെ സ്ഥിരം ഡയറക്ടറാക്കാൻ മന്ത്രിതല നീക്കങ്ങളെന്നും ആരോപണം. ആരോഗ്യ മന്ത്രിയാണ് പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചുള്ള നടപടിക്ക് മുൻകൈ എടുക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചാണ് സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥിന്റെ നിയമനമെന്നാണ് പരാതികൾ ഉയരുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. ഒരു ദിവസം പോലും വകുപ്പ് മേധാവിയോ വൈസ് പ്രിൻസിപ്പലോ ആയുള്ള ഭരണപരിചയമില്ലാത്ത ഡോക്ടർ വിശ്വനാഥനെ മന്ത്രി വീണ ജോർജ് നേരിട്ട് ജോയിന്റ് ഡയറക്ടറായും ഇപ്പോൾ ഡയറക്ടറുടെ ചുമതലയും നൽകിയതിൽ മെഡിക്കൽ കോളേജ് അധ്യാപകരിൽ വലിയ അമർഷമുണ്ട്. UDF സർക്കാരിന്റെ കാലത്തും സർക്കാരിനോടൊപ്പം കൂടി അനർഹമായ നിരവധി ആനുകൂല്യങ്ങൾ നേടിയിരുന്നതായും ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണമുണ്ട്. സീനിയോറിറ്റി പട്ടികയിൽ 6ാം സ്ഥാനക്കാരനായ ഡോക്ടർ KV വിശ്വനാഥനെ സ്ഥിരം മെഡിക്കൽ ഡയറക്ടറാക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചു. ഡോക്ടർ ഹാരിസിനെ മാനസികമായി പീഡിപ്പിക്കാൻ ചുക്കാൻ പിടിച്ച വിശ്വനാഥൻ ഉൾപ്പെടെ 2 പേരെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതിലൊരാളെ ആരോഗ്യമന്ത്രിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി നിയമിക്കും. വിശ്വനാഥിനെ തന്നെ നിയമിക്കുമെന്ന് ഉറപ്പായി. സ്ഥിരം ഡയറക്ടർ നിയമനം നടത്തുന്നതുവരെ ജോയിന്റ് ഡയറക്ടർ വിശ്വനാഥന് ഇപ്പോൾ മെഡിക്കൽ ഡയറക്ടറുടെ പൂർണ്ണ ചുമതലയും നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.